ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപയജ്ഞത്തിന്റെ ഒന്നാം ഘട്ട സമർപ്പണം ഇന്ന് രാവിലെ നടക്കുകയാണ്. വിഷു മുതൽ ആരംഭിച്ച നിത്യജപമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം. ഇന്നത്തെ സമർപ്പണം ക്ഷേത്രത്തിനകത്ത് കുലശേഖര മണ്ഡപത്തിലും ശീവേലിപുരയിലുമായിട്ടാണ് നടക്കുന്നത്. ജപയജ്ഞ ഒന്നാം ഘട്ട സമർപ്പണത്തിൽ 2000-ലധികം ഭക്തർ പങ്കെടുക്കും. ക്ഷേത്രത്തിലെ വിവിധ ഭക്തജന സമിതികളെ ചേർത്ത് രൂപീകരിച്ച ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയുടെ നേതൃത്വത്തിലാണ് ജപയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2000 പേർ ചേർന്ന് 6 ആവർത്തിയായി 1,20,00,000 നാമങ്ങളാണ് ഇന്ന് ജപിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് മോക്ഷദായകമാണ്. കാര്യസിദ്ധിക്കും ജീവിത വിജയത്തിനുമൊക്കെ ഉത്തമമായ മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം. ശംഖും ചക്രവും ഗദയും ധരിച്ച ആദിശേഷനു മുകളിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ ആകെ രൂപഭാവങ്ങളെ വർണ്ണിക്കും വിധം കോർത്തിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം. ഇതിൽ ഭഗവാന്റെ 1000 നാമങ്ങളുണ്ട്. ഈ ഭഗവസ്തുതി നിരന്തരം ജപിച്ചാൽ ഭീഷ്ടസിദ്ധിയും ഏത് കാര്യത്തിലും വിജയവും സുനിശ്ചിതമാണ്. മഹാഭാരതം അനുശാസനാ പർവം എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ 1000 നാമങ്ങൾ എടുത്തിട്ടുള്ളത്. യോഗവിദ്യ വശമാക്കിയാൽ സഹസ്രാര ചക്രത്തെ ഉത്തേജിപ്പിക്കാനും അതുവഴി ബ്രഹ്മജ്ഞാനം നേടിയെടുക്കാനും വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സാധിക്കും. ജന്തുക്കൾ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് മോചനത്തിന് ജപിക്കേണ്ടത് ഏത് എന്ന ധർമ്മപുത്രരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ശരശയ്യയിൽ കിടന്ന് ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കേൾപ്പിക്കുന്നുണ്ട്. മൂലാധാരസ്ഥിതനായ കുണ്ടലിനിയെ ഉണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ ഈ ആധാരങ്ങൾ ഭേദിച്ച് സഹസ്രാരത്തിലെ സദാശിവനുമായി സംഗമിച്ച് അമൃതശ്രവണം നടത്താൻ സഹായകമാണ് വിഷ്ണു സഹസ്രനാമ പാരായണം. സുപ്താവസ്ഥയിൽ വക്രാന്തർഭാഗത്ത് പുച്ഛാഗ്രം തിരികെ കിടക്കുന്ന കുണ്ടലി രൂപത്തിലുള്ള കുണ്ടലിനി ആലസ്യത്തിൻ്റെയും താമസിക ഗുണത്തിൻ്റെയും പ്രതീകമാണ്. പക്ഷേ ധ്യാനാവസ്ഥയിൽ കുണ്ടലിനി സുഷുപ്തിയിൽ നിന്ന് ഉണർന്ന് സുഷുമ്നയിലൂടെ ജാഗരൂകയായ മുകളിലേക്ക് പ്രയാണം നടത്തും. ഇതിനെ കുണ്ടലി ന്യൂധാനം എന്നാണ് പറയുക. ഓരോ ആധാരങ്ങളും ഭേദിച്ച് കുണ്ടലിനി മുകളിലേക്ക് പോകുമ്പോൾ സമുദ്രം, മേഘം, അരുവി, മദ്ദളം, മണിനാദം, കിങ്കിണി, വേണുവീണ എന്നീ നാദങ്ങൾ കേൾക്കുമെന്ന് നാദബിന്ദുപനിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. വിഷ്ണു സഹസ്രനാമം നിത്യേന പൂർണ്ണമായും ജപിക്കാൻ സാധിക്കാത്തവർക്ക് അവരുടെ ജന്മനക്ഷത്ര അടിസ്ഥാനമാക്കി അതിലെ നിശ്ചിത ശ്ലോകങ്ങൾ എന്നും ജപിക്കാം. ഇത് വളരെയധികം ഫലപ്രദമാണ് എന്ന അനുഭവസ്ഥരുടെ സാക്ഷ്യം. വിഷ്ണു സഹസ്രനാമത്തിലെ ഏത് പാദത്തിലാണ് ജനിക്കുന്നത് എന്ന് നോക്കി വിഷ്ണു സഹസ്രനാമത്തിലെ നിശ്ചിത ശ്ലോകങ്ങൾ എന്നും ചൊല്ലിയാൽ ആ നക്ഷത്രജാതന് 27 നക്ഷത്രങ്ങളും, അതായത് 27 നക്ഷത്രങ്ങളും 108 പാദങ്ങളും ഉൾപ്പെട്ട് ആ നക്ഷത്രജാതന് സർവ്വതോന്മുഖമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഗുരുവചനമാണ്. ഓരോ നക്ഷത്രജാതരും ജപിക്കേണ്ട ശ്ലോകങ്ങൾ ഒന്ന് വിശദമാക്കാം. വിഷ്ണു സഹസ്രനാമത്തിൽ പുനരുക്തി ദോഷം 76 നാമങ്ങൾ 2 തവണ, 13 നാമങ്ങൾ 3 തവണ, 2 നാമങ്ങൾ 4 തവണ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ ശക്തിയും സ്വാധീനവും അപാരമാണ്. സർവ്വചരാചര പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തിയായ ഭഗവാന്റെ വൈശിഷ്ട്യങ്ങൾ വർണ്ണിക്കുന്ന വിഷ്ണു സഹസ്രനാമം കുട്ടികളെ പഠിപ്പിക്കുന്നതും ചൊല്ലിക്കുന്നതും കേമമാണ്. ഇനി ഓരോരോ നക്ഷത്രത്തിന് ഏത് മുതൽ ഏതുവരെയാണ് ജപിക്കേണ്ടത് എന്ന് പറയാം. അശ്വതി 1 മുതൽ 4 വരെ ശ്ലോകങ്ങൾ, ഭരണി 5 മുതൽ 8 വരെ ശ്ലോകങ്ങൾ, കാർത്തിക 9 മുതൽ 12 വരെ ശ്ലോകങ്ങൾ, രോഹിണി 13 മുതൽ 16 വരെ ശ്ലോകങ്ങൾ, മകയിരം 17 മുതൽ 20 വരെ, തിരുവാതിര 21 മുതൽ 24 വരെ, പുണർദം 25 മുതൽ 28 വരെ, പൂയം 29 മുതൽ 32 വരെ, ആയില്യം 33 മുതൽ 36 വരെ, മകം 37 മുതൽ 40 വരെ, പൂരം 41 മുതൽ 44 വരെ ശ്ലോകങ്ങൾ ജപിക്കാം. ഉത്രം 45 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങൾ, അത്തം 49 മുതൽ 52 വരെ ശ്ലോകങ്ങൾ, ചിത്ര 53 മുതൽ 56 വരെ ശ്ലോകങ്ങൾ, ചോതി 57 മുതൽ 60 വരെ ശ്ലോകങ്ങൾ, വിശാഖം 61 മുതൽ 64 വരെ, അനിഴം 65 മുതൽ 68 വരെ, തൃക്കേട്ട 69 മുതൽ 72 വരെ, മൂലം 73 മുതൽ 76 വരെ, പൂരാടം 77 മുതൽ 80 വരെ ശ്ലോകങ്ങൾ, ഉത്രാടം 81 മുതൽ 84 വരെ ശ്ലോകങ്ങൾ, തിരുവോണം 85 മുതൽ 88 വരെ, അവിട്ടം 89 മുതൽ 92 വരെ, ചതയം 93 മുതൽ 96 വരെ, പൂരുരുട്ടാതി 97 മുതൽ 100 വരെ, ഉത്രട്ടാതി 101 മുതൽ 104 വരെ, രേവതി 105 മുതൽ 108 വരെ ശ്ലോകങ്ങൾ. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിന് അനുസരിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്. ജീവിതാഭിവൃദ്ധി നേടാവുന്നതാണ്. ഒന്നുകൂടി പറയട്ടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ്, ഇതെല്ലാം വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ആരും മുന്നോട്ട് വരണ്ട. അന്ധവിശ്വാസമാണ് എന്ന് തോന്നുന്നവർ ഇത് കേൾക്കണ്ട എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.